രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ്. നാളെ 3:30 മത്സരം നടക്കുക. രാജസ്ഥാന് ഇത് എവേ മത്സരമാണ്. ചെന്നൈക്ക് ഇനി ശേഷിക്കുന്നത് 2 മത്സരങ്ങളാണ്. നിലവിൽ 12 പോയിന്റുമായി 4ാം സ്ഥാനത്താണ് CSK. ഒരു വിജയം കൂടി നേടാനായാൽ ഒരുപക്ഷെ CSK സേഫ് സോണിലാകാൻ സാധ്യതയുണ്ട്. ഡൽഹിയും LSGയും 12 പോയിന്റോടെ ഉണ്ടെങ്കിലും റൺ റേറ്റ് പോസിറ്റീവായതാണ് ചെന്നൈക്ക് ഗുണകരമാകുന്നത്. എന്നാൽ ഒരു വമ്പൻ തോൽവി അവരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചേക്കാം. കൂടാതെ LSGയും DCയും അടുത്ത മത്സരത്തിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്നുണ്ട്. രാജസ്ഥാനെ സംബന്ധിച്ച് വലിയ പ്രഷറില്ലെന്ന് പറയാം. കാരണം ഇനി 3 മത്സരങ്ങൾ ബാക്കിയുണ്ട്. അതിൽ 2 വിജയിച്ചാലും ആദ്യ 2 സ്ഥാനം ഉറപ്പാണ്. പക്ഷേ തുടർച്ചയായ 2 പരാജയങ്ങൾ ടീമിൻ്റെ ആത്മവിശ്വാസത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകും. സഞ്ജുവിൻ്റെ ഫോം തന്നെയാണ് രാജസ്ഥാൻ്റെ പ്രതീക്ഷ. ബട്ട്ലറും ജയ്സ്വാളും സ്ഥിരതയില്ലായ്മ കാണിക്കുന്നതാണ് നിലവിൽ രാജസ്ഥാൻ്റെ പ്രധാന പ്രശ്നം. ഓപ്പണിംഗ് മികച്ച കൂട്ടുകെട്ടുണ്ടായാൽ രാജസ്ഥാൻ മത്സരം ഈസിയായി വിജയിക്കും. കഴിഞ്ഞ മത്സരത്തിൽ പുറത്തിരുന്ന ജുറലും ഹിറ്റ്മെയറും തിരിച്ചെത്തിയാൽ ബാറ്റിംഗ് ഒന്നുകൂടി സ്ട്രോങ് ആകും. എന്നാൽ ബോളിംഗിൽ പ്രശ്നങ്ങൾ ബാക്കിയാണ്. നിലവിൽ അശ്വിൻ മാത്രമാണ് മികച്ച എക്കോണമിയിൽ എറിയുന്നത്. കഴിഞ്ഞ മത്സരത്തിലാകട്ടെ അശ്വിൻ വിക്കറ്റും നേടിയിരുന്നു. എന്നാൽ ബോൾട്ട്, ചഹൽ, സന്ദീപ് എന്നിവർ കൂടി മികച്ച ബോളിംഗ് കാഴ്ചവെച്ചാലേ ബാറ്റേഴ്സിന് കാര്യങ്ങൾ അനുകൂലമാകൂ. തുടർച്ചയായി 200-ന് മുകളിലാണ് എതിരാളികൾ സ്കോർ ചെയ്യുന്നത്. അതിനെ ബോളേഴ്സ് പിടിച്ചു നിർത്താനായാൽ രാജസ്ഥാന് കാര്യങ്ങൾ എളുപ്പമാവും. ശേഷിക്കുന്ന 3-ൽ 2 ജയിച്ചാൽ 20 പോയിന്റ് ആകും. ആദ്യ 2 സ്ഥാനത്തിൽ 1 ഉറപ്പാണ്. അതുതന്നെയായിരിക്കും സഞ്ജുവും കൂട്ടരും ലക്ഷ്യം വയ്ക്കുന്നതും. എന്നാൽ ചെന്നൈക്ക് ഇനിയുള്ള മത്സരങ്ങൾ ജീവൻ മരണ പോരാട്ടമായതിനാൽ മത്സരം തീ പാറുമെന്നുറപ്പാണ്. കാത്തിരിക്കാം രാജസ്ഥാൻ വിജയ വഴിയിൽ തിരിച്ചെത്തുന്നത് കാണാൻ. മറുവശത്ത് CSK ബോളേഴ്സും ഫോമില്ലാതെ വലയുകയാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഗുജറാത്ത് ഓപ്പണേഴ്സ് അനായാസമാണ് വലിയ സ്കോർ നേടിയത്. CSKയുടെ അവസാന ഹോം മത്സരമായതിനാലും ഒരുപക്ഷെ ധോണിയുടെ അവസാന ഹോം മത്സരമാകാൻ സാധ്യതയുള്ളതിനാലും CSKയും മത്സരം ജയിക്കാനായി തന്നെയാകും ഇറങ്ങുക. കഴിഞ്ഞ 5 മത്സരങ്ങളിൽ 4-ലും രാജസ്ഥാനായിരുന്നു വിജയം.